Hey guys, welcome back to our channel. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മതിലുണ്ണി, ഇതൊക്കെ വേണോ? എന്തിനാ വെറുതെ ആർഭാടാക്കുന്നേ? ഒരാർഭാടമില്ല, അമ്മൊന്ന് വെച്ചേ. ഈ പെണ്ണിന്റെ ഒരു കാര്യേ ഓണപരിപാടിക്കല്ലേ പോണേ, അല്ലാതെ പെണ്ണ് കാണാനൊന്നുമില്ലല്ലോ. പറ്റുവാണെങ്കിൽ രണ്ടും കൂടെ നോക്കണം. എന്തേ? അത് പറ്റുവാണെങ്കിൽ ഒന്ന് വേഗം നോക്കാമെന്ന് പറഞ്ഞതാ. ഓ നിക്ക്, ഇത് കടലൊക്കെ തോലെ കളയുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. ഇതൊക്കെ സെറ്റ് ചെയ്യുമ്പോ കുറച്ച് ടൈം പിടിക്കും. നീ ഒന്ന് അടങ്ങി കുത്തിരുന്നാ. എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം അമ്മേ. അമ്മ ഒന്ന് എന്നെ ലുക്കാക്കി തന്നാ മതി. ചേച്ചി എന്നാടാ ലുക്ക് കണ്ട് അങ്ങ് കിളിപ്പോയോ? പിന്നെ കാക്ക കുളിച്ച കോക്കാവല്ലോ. അന്തുവേ, അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്നെ പ്രാന്താക്കണ്ട്. ജുമ്പടി പ്രാന്താക്കണ്ടെന്ന് പോയാ. ഒരുങ്ങിയതൊക്കെ മതി, വേഗം വരാൻ നോക്ക്. ഒരുങ്ങിയതൊക്കെ മതിയോ? ഞാൻ ഒരുങ്ങിയിട്ടൊന്നുമില്ലല്ലോ. ഞാനിപ്പൊന്നും വരത്തില്ല, എന്റെതൊക്കെ കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. നീ വേണമെങ്കിൽ ചെല്ലേ. ഞാൻ മാത്രം പോവാനാ? നോക്ക്, ഞാൻ പോയി കഴിഞ്ഞാലേ മോൾ ഒറ്റയ്ക്ക് പോകേണ്ടി വരും, മനസ്സിലായോ? പിന്നെ ഒട്ടുമിക്ക എല്ലാ കോളേജിലും പരിപാടി ഉള്ളതാ. ബസ് ഫുള്ളും നല്ല തിരക്കായിരിക്കും. അന്നേരം കണവണോന്നൊന്നും പറയാൻ നിൽക്കരുത്, മനസ്സിലായല്ലോ? അതിന് ബസ്സിൽ പോയാലല്ലേ അനിയൻകുട്ടാ. പിന്നെ അങ്ങനെ ഇജ്ജ് പറന്നു പോവാ? പറന്നു പോകും. ബൈക്കില്. ബൈക്കിലാ? ആരെ ബൈക്കില്? എന്റെ ഓന്റെ. ഉണ്ണി, അവൾ എന്തമ്മ മിണ്ടാതിരിക്കുന്നേ? അവൾ വന്നൊന്ന് കേട്ടില്ലേ? ഓ ഇതിന് പ്രാന്താടാ. രാവിലെ മുതലേ ഓരോ പിച്ചും പീയും പറയുന്നുണ്ട്. അതിനൊക്കെ ചൂടാവുന്നല്ലേ അതിനെ നേരം കാണോ? എനിക്ക് ചുറ്റും എന്തൊരു ഗ്രീൻ ഫ്ലാഗാ. ഗ്രീൻ ഫ്ലാഗാ? എന്നാടാ കുട്ടാ ചോദിച്ച കേട്ടില്ലേ? നീ ആരുടെ കൂടെ ബൈക്കിൽ പോവാ? അറിഞ്ഞില്ലേടാ, ഓന്റെ കൂടെ. ഒന്ന് മര്യാദക്കല്ലേ ചോദിക്കുന്നേ? അപ്പൊ മര്യാദക്ക് ഉത്തരം പറഞ്ഞൂടെ? അറിയണ്ടേ ആരുടെ കൂടെ പോണേന്ന്? അത് പിന്നെ മണിക്കുട്ടൻ ചേട്ടനും ഋഷിയും ഗോതമ്പ്രോയൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ തമ്പ്രവും പൈങ്കിളിയും ജൂലിയും വീണേച്ചിയും എല്ലാരും വരുന്നുണ്ട്. ഇവിടെ അടുത്തുള്ള പറമ്പെന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ തന്നെ പോവും. ഉണ്ണിയെ, പറമ്പ് പോണതൊക്കെ കൊള്ളാം. നല്ല മഴ പെയ്തതാ. വല്ല ഏജന്തുക്കൾ ഉണ്ടെങ്കിലേ നോക്കി കണ്ടൊക്കെ പോയണ്ടേ, കേട്ടല്ല? എന്നാലേ അവര് വരട്ടെ, അവരും കൂടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. നീ എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? നിനക്ക് പോയിക്കൂടെ? അതന്നെ നന്ദപ്പാ, നീ ചെല്ലേ. ഇവിടെ ഒരുക്കം കഴിയുമ്പത്തേക്ക് ഒരു ടൈം ആവും. പിന്നെ നീ തിരക്ക് കൂട്ടിട്ട് ഒരു കാര്യമില്ല. അവരൊക്കെ വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ, അവരെ കൂടെ ഇവള് പോയിക്കോളും. നീ ഒന്ന് ചെല്ലാൻ നോക്കിയേ. അതൊന്നും വേണ്ട, ഞാനേ ഇവളെ കൂടെ തന്നെ പോയിക്കോളാം. കഷ്ടം നോക്കണേ അമ്മേ. നന്ദുവേ, എന്തിനാ അങ്ങനെ കിടന്ന് വാശി പിടിക്കുന്നേ? അവരെ കൂടെ അല്ലേ പോകുന്നേ. നീ ചെല്ലേ, നിനക്ക് നേരാവത്തില്ലയോ? ഒരു നേരം ആവാൻ പോണില്ല അമ്മേ. ഞാനേ അവളുടെ തൊട്ടടുത്ത ബിൽഡിങ്ങിലാ, അല്ലാതെ ഞാൻ സൗത്ത് ആഫ്രിക്കയിലും അവളെ വെസ്റ്റ് ബംഗാളിലൊന്നല്ല. അതുകൊണ്ടേ അവള് വരട്ടെ, അവള് വന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ. എല്ലാ പ്ലാനും നശിപ്പിക്കല്ലോ. വിടടി, വരണെങ്കി വരട്ടെ. എന്തൊരു കഷ്ടമായത്. കൊള്ളാടി മോളെ, നന്നായിട്ടുണ്ട്. അല്ല ഇജ്ജ് ധാവണി മേടിച്ചില്ലായിരുന്നോ? പിന്നെന്തേ അതെടുക്കാഞ്ഞേ? ഓ ധാവണി എടുക്കാന്നൊക്കെ വിചാരിച്ചേ. പക്ഷേ ഇപ്പൊ ട്രെൻഡിങ് ജെൻസിയോണല്ലയോ, അതുകൊണ്ട് ഞാനിത് പിടിച്ചു. ഇപ്പത്തെ പിള്ളേർ ഓരോ ഫാഷനെ. അല്ല പെണ്ണേ, എന്തോന്ന് ജെൻസിയോണം? ഇപ്പത്തെ ട്രെൻഡിങ് ഓണമില്ലേ? ഓരോ ട്രെൻഡിങ്. ഈ മുല്ലപ്പൂങ്കില് വെക്ക്. അയ്യേ അതൊന്നും വേണ്ട, ഇത് ഇങ്ങനെ കാണാനാ ലുക്ക്. എടി ഒരു മുല്ലപ്പൂല്ലേ, അതെങ്കിലും വെച്ചോട് പെണ്ണേ. ഓ എനിക്കൊന്നും വേണ്ട. അല്ലേലും എനിക്ക് മുല്ലപ്പൂന്റെ സ്മെല്ല് കേൾക്കുമ്പോ തന്നെ തലക്കങ്ങ് വേദനിക്കും. അതിന് നിനക്ക് മുല്ലപ്പൂന്റെ സ്മെല്ലൊക്കെ കേൾക്കുവോ? ഞങ്ങൾക്കൊക്കെ സ്മെല്ലേ കിട്ടാറുള്ളൂ, നിനക്ക് കേൾക്കുന്നുണ്ടല്ലോ. കഴിവേ. ഓന്ന് അറിയണ്ട മാറിപ്പോയി. അതിനാണോ അവസരം? അത് കിട്ടുമ്പോ മുതലാക്കണമേ. നീ എത്ര അവസരം മുതലാക്കിയതാ. അപ്പൊ പിന്നെ കിട്ടുമ്പോ ഞാൻ വെറുതെ കാറ്റില് പറത്തിക്കോ? പൊടി ഗ്രേറ്റർ കൊല്ലത്തി, പൊടി ചൈനീസ് മോന്തക്കാരി. രണ്ടും കൂടെ തുടങ്ങില്ലേ? വേണിച്ച് പോയിക്കോളി. എനിക്ക് നിങ്ങളെ പറഞ്ഞു വെച്ചിട്ട് വേണം ഒന്ന് കുടുംബശ്രീ വരെ പോവാനേ. ഡയലോഗ് കേട്ടിട്ട് എത്രയായി എന്റെ അമ്മേ? പിന്നെ നിങ്ങൾക്ക് മാത്രം മതിയോ ഓണം പരിപാടിയൊക്കെ? ഞങ്ങൾക്കുണ്ട് കുറെ പരിപാടി. അതുകൊണ്ടേ നിങ്ങളെ പറഞ്ഞു വെച്ചിട്ട് വേണം അവിടെ ഒന്ന് ചെല്ലാനേ. വേഗം മാറ്റി കഴിഞ്ഞെങ്കിൽ ഇറങ്ങിക്കൂടി. അതിന് അവന്മാരെ എവിടെ ആവണ്ടേ? അവന്മാരുണ്ടേ എപ്പോഴേ വഴി. നിങ്ങളും കാത്തേ പുറത്ത് കുത്തിരിക്കുക. അതൊക്കെ അവന്മാരെ കാലത്തന്നെ എണീച്ച് റെഡി ആയിക്കണമെന്നേ. ഓണത്തിന്റെ പവറേ. അല്ലെങ്കിൽ 10 മണിയായാലും കിടക്കാൻ എണീക്കാത്ത ടീംസാണോ? നോക്കിക്കാതെ വേഗം ചെല്ലങ്ങോട്ടെ. പോണേ. ഈ വരുന്നില്ലേ? പിന്നെ വരാണ്ട് ഞാൻ വന്നോളാം. നീ ചെല്ലേ. ചമ്മോ വിട്ട കടിച്ചു തിന്നല്ലോടി. ചെലേപ്പഴേ ഓതും ചെയ്തെന്നിരിക്കും. എടാ പോണോ? അല്ലടാ, നിനക്കെന്താ
വയ്യേ? രാവിലെ മുതല് ഇതന്നെയാണല്ലോ. എന്താ നിന്റെ പ്രശ്നം? എടാ അത് പിന്നെ അവളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയേ. നമ്മളെന്തിനാ അങ്ങോട്ടേക്കൊക്കെ? എനിക്ക് എന്തോ പോലെ. അല്ല അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാ. നമ്മളങ്ങോട്ട് പെണ്ണ് കാണാനൊന്നുമില്ലല്ലോ പോന്നേ. എടാ എന്തോന്നടാ? അതന്നെ എനിക്കും പറയാനുള്ളത്. നമ്മൾ അവിടെ പോണതേ അവളെ പെണ്ണ് കാണാനൊന്നുമല്ല. അത് പിന്നെ ആ പറമ്പ് കുറച്ച് അടിപൊളി വ്യൂ ആ. അവിടുന്ന് ഫോട്ടോ എടുക്കണമെന്ന് ഇവറ്റങ്ങൾക്ക് ഒരു ആഗ്രഹം. അതുകൊണ്ടല്ലേ അങ്ങോട്ട് പോകാൻ പറഞ്ഞേ. അത് മാത്രല്ല അവിടുന്ന് ഇടവഴിക്ക് കേറാണെങ്കിൽ കോളേജിലേക്ക് എളുപ്പമാന്നേ. അത് വേണമെങ്കിൽ ഇവര് പോയിക്കോട്ടെ, നമ്മൾ എന്തിനാ പോണേ? വീണ്ടും ആദ്യം മുതല് എന്നെ വിട്ടേക്കേ. മണിക്കുട്ടാ എടാ വാടാ. എടാ ഞാൻ വരണോ? ഞാൻ ഈ ബൈക്കിൽ നിന്ന് ഇറങ്ങിയുണ്ടല്ലോ. ആ വന്നാ അവളെന്തേ? എന്നോടൊന്നും പറയിപ്പിക്കണ്ട. ഞാൻ അപ്പോഴേ പറഞ്ഞതാ എനിക്ക് ഈ കളറൊന്നും വേണ്ടെന്ന്. നീയല്ലേ നിർബന്ധിച്ചെടുപ്പിച്ചേ? അതെന്താ അങ്ങനെ? ഓ എനിക്കൊന്നും മനസ്സിലാവില്ല. ഞങ്ങള് മര്യാദയ്ക്ക് എല്ലാരും കൂടെ ഡ്രസ് കോഡ് ആക്കാൻ നിന്നതാ. എപ്പോ കിളവനായനേശോ? കുട്ടനോ? പെട്ടെന്നെന്തോ ഇവള് ഇങ്ങനൊരു വിളി? ഇനിയിപ്പോ അവളെങ്ങാനും ചേ അവള് അങ്ങനെ പറയത്തില്ല. ഈ കുട്ടാന്നുള്ള വിളി നിർത്ത്. എനിക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കൺഫേം അവളെന്തോ വിളമ്പിട്ടുണ്ട്. നീ വിളിക്കടി മുത്തേ. കുട്ടാന്നോ സൊട്ടാന്നോ എന്ത് വേണമെങ്കിലും വിളിക്കേ. അല്ലടി ഇതെന്തോന്ന്? ഇന്നലെ ഈ ഡ്രസ്സിലല്ലേ എടുത്തത്? ധാവണിയല്ലേ? പക്ഷെ ഇന്ന് ഇൻസ്റ്റാഗ്രാമിലെ ട്രെൻഡിങ് ജെൻസിയാണ്. അപ്പൊ പിന്നെ ജെൻസി ഫാഷൻ ആവാതെങ്ങനെ? അതാ ബെസ്റ്റ്. അടുത്ത ട്രെൻഡിങ് വരുന്ന മുന്നേ വേഗം വണ്ടി കയറാൻ നോക്ക്. നോക്കി കേറടി. തിരക്കൊന്നുമില്ല, നോക്കി പതുക്കെ കേറ്. സ്കേർട്ടൊക്കെ നോക്കണേ. പുറത്തേക്ക് വളച്ചു വെച്ചിട്ടുണ്ട്. വാ. വേണ്ട ഞാൻ എടുത്തോണ്ടവാ. എന്തേ മിണ്ടാതെ നടക്കാൻ നോക്ക്, അല്ലെങ്കിൽ തന്നെ മനുഷ്യന്. ജൂലി പോയിക്കോട്ടോ. ചേട്ടാ എന്താ ചേട്ടാ പ്ലീസ്. മഴ പെയ്തോണ്ട് ഫുള്ളും ചെളിയായിരിക്കുന്നേ. സ്കേർട്ട് ആണെങ്കിൽ ഓവർ ലെങ്താ. അതുകൊണ്ടാ പ്ലീസ് എനിക്ക് വേണ്ടി. ഈ മാഞ്ഞാളം കളിക്കല്ലേ, വേഗം വരാൻ നോക്ക്. ഇങ്ങനൊക്കെ ഒരു ദിവസം നീ വിഷമിക്കും, നോക്കിക്കോ. എപ്പോഴും ഞാൻ ഇവിടെ ഉണ്ടാവത്തുള്ളൂ, എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവത്തില്ല. ഇല്ലാത്ത നേരത്തെ ഇതൊക്കെ ആലോചിച്ച് മിസ് ചെയ്തേ നീ ഒരുപാട് വിഷമിക്കും, നോക്കിക്കോ. മതി ഫിലോസഫി നിർത്ത്. ഇപ്പൊ എന്താ എടുക്കണം അത്രയല്ലേ ഉള്ളൂ. വാ. ഓ കേണിച്ചത് മതി. മതിയോ? വാ. അതിനുള്ള ഫലം കാണാനുണ്ട്. നല്ല കിടിലൻ ലുക്കല്ലേ? ശരിക്കും അതെടി നല്ല രസമുണ്ട്.
ഇത് ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്തതാ. അത് നല്ലോണം കാണാനുണ്ട്. എടി പോടേ. അല്ല പെങ്കിളി, നീ മാത്രമേ വന്നുള്ളോ? പെങ്കിളി പെങ്കിളി ആന്ന് പറ. എന്തിനടി ഞാൻ മാത്രമല്ലല്ലോ വന്നേ? ചേട്ടൻ വന്നിട്ടില്ലേ? കുറച്ച് കഴിഞ്ഞാ ഋഷിയും ജോലി എത്തൂലേ? പിന്നെന്താ? അങ്ങനെ പറയുന്നേ. ഒറ്റക്കാണോ പെങ്കിളി വന്നേ? അതെ ചേച്ചി, ഒറ്റയ്ക്കാ വന്നേ. ഓ അത് ശരി. എന്നാ നിങ്ങൾ ഇവിടെ നിൽക്കട്ടോ, എന്റെ ചെരുപ്പ് ബാക്കിലാ. ഞാനൊന്ന് പോയി ചെരുപ്പ് എടുത്തിട്ട് വരാം കേട്ടോ. ആയിക്കോട്ടെ ചേച്ചി. ഇത് എന്തിനാണ് അങ്ങനെ പറയാൻ പറഞ്ഞേ? ചുമ്മാ ഒരു രസം. പെട്ടെന്ന് ചേട്ടനില്ലെന്ന് പറഞ്ഞ് ചേട്ടനെ കാണുമ്പോ ചേച്ചിന്റെ എക്സ്പ്രഷൻ എന്താന്ന് അറിയാലോ. അല്ല, നമ്മൾ തീരുമാനിച്ച കളർ തന്നെയല്ലേ? പിന്നെ അല്ല, ഞാനും ചേട്ടനും കൂടെ ഇന്നലെ എത്ര കളർ തേടി ഇറങ്ങിയെന്നറിയോ ആ ഒരു കളർ കിട്ടാനേ. അല്ലടി, ചേട്ടന് ഫോട്ടോ എന്തെങ്കിലുണ്ടോ? ഉണ്ട്. എന്നൊന്ന് കാണിച്ചേ. അല്ല, ഇത് ദിയാന്റെ വാട്സപ്പ് അല്ലേ? ഇവന് ആനിയനൊക്കെ ഉണ്ടോ? ഓ, ഒരവതാരത്തിന് തന്നെ സഹിക്കുന്നില്ല. അപ്പഴാ ഇവനും കൂടെ രണ്ടെണ്ണം കൂടെ കോളേജിലാന്നാ തോന്നുന്നേ. അല്ല, ആ വരുന്നത് എന്റെ ആളല്ലേ? തക്കടോ, ഐ ആം കമ്മിങ്. ചേടാ, ഈ ചെരുപ്പ് എന്നാലും நான் முதலாய் எழுதிய காதலிசை அதற்கொரு ஆதார ஸ்ருதி நீ ஆராயோ ஆராயோ காதல் கொள்ள பூவோடு பேசாத காற்று என் இந்த காதலோ நேற்று நீ சொல் மனமே. മാണിക്കുട്ടാ. തക്കടോ. വിടടാ ഭ്രാന്താ. എടീ, ഇങ്ങനെ നോക്കി നിൽക്കാതെ വിളിച്ചൂടെ? അതെന്താ ചേട്ടനെ വിളിച്ചോടെ? ഇവളെ കൊണ്ട് എടി എനിക്ക് തൊണ്ട വേദനയാ. അതാ നീ വിളിക്കേ. എന്നോടൊന്നും വയ്യ, കിടന്ന് കാറാനേ. എന്നോട് ബെല്ലില്ലേ, ബെല്ലടിച്ചോടെ? ജോലി ഇതൊന്ന് പോയേട്ടാ. അവിടെ എല്ലാരും ഫോട്ടോ എടുക്കുവാ. വെറുതെ എന്നെ പിടിച്ചങ്ങോട്ട് കൊണ്ടുവന്നതും പോരാ. മണിക്കൂട്ടം പറഞ്ഞു കേട്ടില്ലേ? രുദ്രനെ കൂട്ടിക്കൊണ്ടുവരാനേ. നിന്നെ അങ്ങനെയാ അറിയാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് വിടുന്നേ. അതാ ഞാനും വന്നേ. നീ ഒന്ന് അവളെ വിളിച്ചൂടെ? എനിക്ക് ചേട്ടൻ വിളിച്ചോടെ? ഞാൻ പോവാ. ജോലി എടാ, ഞാൻ പോവാ. ദേ, തൊട്ട ബാക്കിൽ തന്നെയല്ലേ? അവിടെ വിളിച്ച് വേഗം വരാൻ നോക്ക്. ഞാൻ പോന്നേ. പെട്ടല്ലോ നാദാ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? വിളിക്കാതെ പോവാൻ പറ്റത്തില്ലല്ലോ. ഋഷി, നീ ധൈര്യമായിട്ടിരിക്കേ. ഇവിടെ നന്ദു ഉണ്ടല്ലോ. പിന്നെന്താ, നന്ദുവിനെ വിളിക്കാം. അപ്പോ അവള് വന്നോളും. നന്ദു, നന്ദു. എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക്. ചേടാ, പൈങ്കിളി പറഞ്ഞല്ലോ അവിടെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന്. എന്നിട്ടെന്താ ഇത്ര നേരമായിട്ടും വരാത്തെ? ഒന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട വേണ്ട, അപ്പം ഡൗട്ട് തോന്നും. അത് മാത്രല്ല, എന്നോട് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞാലോ? അത് പറ്റത്തില്ല. അല്ല, ഇതൊക്കെ കുറച്ച് പുതുമണ്ടല്ലോ നോക്കിയതാ. പിന്നെ ഉണ്ടാവാതെ ഇന്നലെ പോയി മേടിച്ച സാധനങ്ങളാണേ. അപ്പൊ പിന്നെ പുതുമയില്ലാതെ. ഡ്രസ്സിന്റെ കാര്യല്ല പറഞ്ഞേ, നിന്റെ പെരുമാറ്റത്തിനെ പറ്റിയാ പറഞ്ഞേ. എന്റെ പെരുമാറ്റത്തിൽ എന്താ? എന്താന്ന്? അതാ എനിക്ക് മനസ്സിലാവാത്തെ. ഇതിനു മുന്നേ ഒരുപാട് ഓണം വന്നിട്ടുണ്ട്, കോളേജിലെ പരിപാടി നടന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് മാത്രം എന്താ ഇത്ര അധികം ഉത്സാഹം ആലോചിക്കുക? ഇവൻ പുലിയാണല്ലോ. ഒന്ന് പോയേടാ. രാവിലെ മുതൽ തുടങ്ങിയതാ. നിനക്ക് ഭ്രാന്താണോ? എവിടേക്കോ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. വൈകാതെ കണ്ടുപിടിക്കുന്നുണ്ട്. ചെന്ന് കണ്ടുപിടിക്കേ. അല്ല പിന്നെ അല്ല, ഇന്ന് ദർശ വരുന്നുണ്ടോ? അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ? ചുമ്മാ ഒരു രസത്തിന് ചോദിച്ചതാടാ. നന്ദു, എടാ, നിന്റെ അളിയൻ വന്ന്. വേഗം ചെല്ലേ. അളിയനോ? അളിയനോ? ആരളിയൻ? വന്നിരിക്കണതേ ഋഷിയാ. ഋഷി. നീ അല്ലേടി ഇപ്പൊ പറഞ്ഞത് എന്റെ അളിയനാന്ന്? ആഹാ, നിനക്ക് അങ്ങനെ ഒരു പൂതിയുണ്ടോ? എനിക്കോ? പിന്നെ എനിക്കോ? നീയല്ലേ ഇപ്പൊ പറഞ്ഞേ ഋഷി നിന്റെ അളിയനാന്ന്?
വലുത് വരാനുണ്ട്, അത് ഉറപ്പാ. ആന്റി, നന്ദു എവിടെ? അവന് ഇപ്പൊ നേരെ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ് നന്ദുവേ. ആ, ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെയും ബ്ലൂ, അവിടെയും ബ്ലൂ. അല്ല, ഡ്രസ് കോഡാണോ നിങ്ങക്ക്? ഹേ, അല്ലല്ലോ. അല്ലേ? അപ്പം കളർ കോഡ് ആയിരിക്കില്ലേ? അതായിരിക്കും. എല്ലാരും ഒരേ കളറിലല്ലേ? ഹേ, അല്ലല്ലോടാ, എല്ലാരും ഒരേ കളറിലൊന്നല്ലല്ലോ. അതും അല്ലേ? എന്തേ, എന്ത് പറ്റി? ഹേ, ഒന്നുമില്ല, ഞങ്ങളൊക്കെ ഗ്രീൻ കളർ ഡ്രസ് കോഡിലാ, അതാ ചോദിച്ചേ, ചുമ്മാ. അത് ശരി, ഞങ്ങളത് ഇതുവരെ ആരും പറഞ്ഞില്ല, ഇനിയിപ്പോ ഉണ്ടോന്ന് അറിയത്തില്ല. ഉണ്ണി ബേബ്, രുദ്ര, യാ ബേബി. ബേബി. അല്ല ബേബി, എന്താ കണ്ടിട്ട് ഒന്നും പറയാത്തെ? ഇഷ്ടായില്ലേ? ഒരുപാട്. ഹായ് ശരി, അതിന് മക്കള് ഒരു വായി ജ്യൂസ് പോലും കുടിച്ചു നോക്കില്ലല്ലോ, പിന്നെ എങ്ങനെ പറയുന്നേ? അതെ, സ്മെല്ല് കിട്ടിയപ്പോ തന്നെ അറിഞ്ഞേ കിടലും ജ്യൂസ് ആയിരിക്കുന്നേ. അല്ലെങ്കിലും ഓറഞ്ച് ജ്യൂസ് എന്റെ ഫേവറേറ്റാ. അതിന് ഇതേ മാംഗോ ജ്യൂസാ. ആയിരുന്നല്ലേ? എനിവേ, എങ്ങനെയുണ്ട്? കൊള്ളാം, ഒന്ന് കുടിച്ചു നോക്കട്ടെ. ജ്യൂസ് അല്ലേ ചോദിച്ചേ? പിന്നെ എന്റെ ഫ്യൂച്ചർ വൈഫിനെ. ബേബ്, ഇത് ശരിക്കും സ്വപ്നാണോ അതോ? എന്താ ബേബി നോക്കി നിൽക്കുന്നേ? ഇരിക്കേ. ബേബിയോ? അല്ല, ഉണ്ണി വിളിച്ചത് കേട്ടായിരുന്നേ, അപ്പൊ വീട്ടിൽ വിളിക്കുന്ന പേര് അതായിരിക്കല്ലോ. അതാ, ഇരിക്കേ ബേബി മോനെ. ബേബി മോൻ, കൊള്ളാം, ഏതും ഡിഫറെന്റ് ആയിട്ടുണ്ട്.